ചില ട്വിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതാണ്. ഇവിടെ ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. ഇത് പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അവിടുന്ന് നിങ്ങളോട് കൂടെ എന്നും ആയിരിക്കാൻ വേണ്ടി ഒരു സഹായകനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ളതാണ്. ഈ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്, നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണമെന്ന് പറയുകയാണ്. കാരണം ഈശോയുമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യക്തിബന്ധമുണ്ട്. നമ്മൾ അത്യാവശ്യം ഈശോയുമായിട്ട് പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ സംഭാഷണം നടത്താറുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു വ്യക്തിബന്ധം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവുമായിട്ട് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്നത്തെ സുവിശേഷത്തെ യേശു നമ്മളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളൊരു സഹായകനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടക്കുന്ന വഴികളെല്ലാം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൊബൈലിൽ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ ഇന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ മാപ്പ് നമ്മളെ സഹായിക്കുമെന്ന് പറയുന്നത് പോലെ ഈശോ നമ്മളോട് പറയുകയാണ്, സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹായകൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ നൽകുകയാണെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് തരികയാണ്. ഈ പരിശുദ്ധാത്മാവുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്